നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് മറ്റൊരു ട്രെയിൻ യാത്ര. ഗുരുവായൂർ ദർശനവും പുണ്യമൊക്കെ വളരെ മഹത്തായ ഒരു കാര്യം തന്നെയാണ്. ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം സമ്പൂർണ്ണമാക്കിക്കൊണ്ട് ഒരു യാത്ര, അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഗുരുവായൂർ യാത്രയിൽ രാവിലെയും വൈകുന്നേരവും നമ്മൾ ദർശനം നടത്തുന്നുണ്ട്. ഫ്രീ ദർശനം തന്നെയാണ്. അതായത് മണിക്കൂറുകൾ ക്യൂ നിന്ന് ഭഗവാന്റെ സന്നിധിയിലേക്ക്. എത്ര സമയമെടുത്തു എന്നൊക്കെ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. പിന്നെ ഞാൻ എടുത്ത റൂം, അതിൻ്റെ പൈസ എല്ലാം പറഞ്ഞു തരാം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൻ്റെ സമ്പൂർണ്ണ ഭാഗമായി നമ്മൾ ദർശനം നടത്താൻ പോകുന്ന ക്ഷേത്രങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് എന്ന് സഹായിക്കണേ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ദർശനവും സംരക്ഷണവും എല്ലാ ഭക്തർക്കും എന്നും ഉണ്ടാവട്ടെ കേട്ടോ. നമ്മളിവിടെ ഭഗവാന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഒരു ഭക്തൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ രീതിയിലാണ് ദർശനം, ഇവിടുത്തെ ദേവസ്വം എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്തർക്ക് ഫ്രീ ആയിട്ട് തരുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്ന ഒരു ചെറിയ വിവരണമായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ എങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം വന്നെത്തിയതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലത്തു നിന്നാണ് കേട്ടോ. ട്രെയിൻ നമ്പർ 16342 ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ഈ ഒരു ട്രെയിൻ ഗുരുവായൂരിലേക്ക് വേണ്ടി മാത്രം സർവീസ് നടത്തുന്നൊരു ട്രെയിനാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ആലപ്പുഴ വഴി ഗുരുവായൂരിലേക്ക് പോകുന്ന ട്രെയിനാണ്. തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 5:30 ആരംഭിക്കുന്ന ട്രെയിൻ വൈകിട്ട് ഒരു 6:30 കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. പിന്നെ രാത്രി അർദ്ധരാത്രി ഒരു 12-12:30 ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുന്നത്. ശ്രദ്ധിക്കുക, ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനാണ് ഇത്. അതുപോലെ തന്നെ കോട്ടയം വഴി പോകുന്ന ട്രെയിനും ഗുരുവായൂരിലേക്ക് നമുക്ക് ഉണ്ട്. അതും എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ്. ആകെ ഒരു ബുദ്ധിമുട്ട്, നമ്മുടെ മലബാർ ഭാഗത്തു നിന്ന് ഡയറക്റ്റ് നമുക്ക് ഗുരുവായൂരിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല ട്രെയിൻ മാർഗം. അപ്പോൾ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ആ ഒരു മലപ്പുറം ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഏറ്റവും വലിയൊരു ആശ്രയം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. തൃശ്ശൂരിലേക്ക് ട്രെയിൻ ഇറങ്ങുക, അവിടുന്ന് 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ബസ് മാർഗം നമുക്ക് ഗുരുവായൂരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് പാസഞ്ചർ ട്രെയിൻ പിടിച്ചായാലും ഗുരുവായൂരിലേക്ക് എത്തും കേട്ടോ. പിന്നെ നമ്മുടെ മലബാർ ഭാഗത്തുള്ളവർക്ക് ചിലവ് ചുരുക്കിക്കൊണ്ട് എങ്ങനെ ട്രെയിൻ മാർഗം ഗുരുവായൂരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ട്രെയിനിൻ്റെ വിവരണം ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ്. അപ്പോൾ അതിനൊരു കുറവ് ഞാൻ ഇനി വരുത്തില്ല കേട്ടോ. കാരണം എൻ്റെ ഈ ഗുരുവായൂരപ്പൻ്റെ വീഡിയോ കേൾക്കുമ്പോൾ മലബാർ ഭാഗത്തു നിന്നുള്ളവരുടെ കമൻസുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഡയറക്റ്റ് ട്രെയിൻ നമുക്ക് ഇന്ത്യൻ റെയിൽവേ തരത്തില്ല, അത് വേറൊരു സത്യാവസ്ഥ. പക്ഷേ എളുപ്പത്തിൽ എങ്ങനെ എത്താം ട്രെയിൻ പിടിച്ച് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു റൂട്ട് മാപ്പ് അല്ലെങ്കിൽ ഒരു ഒരു പ്ലാൻ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു മനസ്സിലാക്കി തരാം. നമ്മുടെ ഇന്നത്തെ പരിപാടി രാവിലെ ദർശനം ഉണ്ട്, വൈകുന്നേരവും ദർശനവും ഉണ്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക്. ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ട്രെയിനിനെ കൂടുതലും ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. ഞാൻ ജനറലാണ് യാത്ര ചെയ്യുന്നത്. കൊല്ലത്ത് നിന്നും നമ്മുടെ ഗുരുവായൂർ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് വെറും 90 രൂപ മാത്രമാണ് കേട്ടോ. രാവിലെ ഭഗവാന്റെ സന്നിധിയിൽ ദർശനം കഴിഞ്ഞ്, അതായത് ഗുരുവായൂരപ്പൻ്റെ ദർശനം കഴിഞ്ഞ് രാവിലെ തന്നെ നമ്മൾ മമ്മിയൂർ മഹാദേവ ക്ഷേത്ര ദർശനവും പാർത്ഥസാരഥി ക്ഷേത്ര ദർശനവും അതിനോടൊപ്പം ഗുരുവായൂരിൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള കേരളത്തിലെ തിരുപ്പതി എന്നറിയപ്പെടുന്ന വെങ്കടേശ്വര ഭഗവാന്റെ സന്നിധിയിലേക്കും നമ്മൾ ദർശനം നടത്തുന്നുണ്ട്. അതെല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ട്രെയിൻ മാർഗം തന്നെയാണല്ലോ എല്ലാവർക്കും യാത്രാ സൗകര്യവും ചിലവ് ചുരുക്കിയും നമുക്ക് ഗുരുവായൂരിലേക്ക് വരാൻ സാധിക്കുന്നത് ട്രെയിൻ മാർഗം തന്നെയാണ്. ഞാൻ പിന്നെ ഗുരുവായൂർ മിക്കപ്പോഴും വരാറുണ്ട്. എല്ലാ മാസങ്ങളിലും 1-2 വട്ടം വന്ന് ഭഗവാന്റെ ദർശനം മേടിച്ച് പോകാറുണ്ട്. അപ്പോൾ ഈ വട്ടം ഞാൻ വിചാരിച്ചു രാവിലെയും വൈകുന്നേരവും ദർശനം നടത്തി ഭഗവാന്റെ സന്നിധിയിൽ ഒരു ദിവസം നിന്നിട്ടങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച നമ്മുടെ ഈ ഒരു കാഴ്ചക്കാരിലേക്ക് എത്തിക്കാമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തിയപ്പോൾ 12:30 ആയി കേട്ടോ. നിങ്ങൾക്കിവിടെ അതിൽ കാണാൻ 12:30 അല്ല, 12:15 15 അല്ല 19. ഗുരുവായൂരപ്പ തെറ്റിപ്പോയി. 12:19 അർദ്ധരാത്രി 12:19 ആയപ്പോൾ നമ്മൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത്രയും പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അത്രയും ഒരു ഫെസിലിറ്റീസ് ഇല്ലാത്തത് എന്ന് വെച്ചാൽ യാത്രക്കാർക്ക് വേണ്ട ഒരു സംവിധാനങ്ങളും ഈ ഒരു ക്ഷേത്രത്തിലില്ല. ഉണ്ട്, പേരിന് നമുക്ക് ഒരു വെയിറ്റിംഗ് ഹോളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു AC വെയിറ്റിംഗ് ഹോളും അത്യാവശ്യം ഒരു നല്ല ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി യാത്രക്കാർക്ക്, അതായത് ചിലവ് ചുരുക്കിക്കൊണ്ട് വരുന്ന യാത്രക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമായേനെ. നിങ്ങൾ കണ്ടില്ലേ, ഈ ട്രെയിൻ വരുന്ന മൊത്തവും ഗുരുവായൂരിലേക്കുള്ളതാണ്. ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണ് വരുന്നത് മൊത്തവും. എല്ലാവരും ഗുരുവായൂരിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ പിടിച്ച് പോവാം, നടന്നു പോവാം. എങ്ങോട്ടാ? ക്ഷേത്രത്തിലേക്ക്, മെയിൻ എൻട്രൻസ് ആയ കിഴക്കേ നടയിലേക്ക്.
റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുരുവായൂർ അമ്പലം വരെ ഒരു 1.7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മൾ നടക്കുവാണെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ് അതുകൊണ്ട് എത്തും. ഞാൻ നടന്നാണ് പോകാറ് കേട്ടോ. ചില ഓട്ടോ ചേട്ടന്മാർ 50 രൂപ മേടിക്കും, ചിലവർ 100 രൂപ മേടിക്കും, ചിലർ 150 മേടിക്കും, 200 മേടിക്കുന്നവരൊക്കെ ഉണ്ടെന്നാണ് കേൾവി. ഇന്ന് വരെ ഓട്ടോയിൽ ഒരിക്കൽ ഞാനൊരു പോയപ്പോൾ ഒരു ചേട്ടനായിരുന്നു 30-40 രൂപ അന്ന് എൻ്റെ നിന്ന് മേടിച്ചോളൂ. പിന്നെ ഞാൻ എല്ലാം നടക്കാറാണ് പതിവ്. ഒരു ദിവസം മഴ പെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ 200 രൂപ പറഞ്ഞു. അതുകൊണ്ട് കുട നൂത്ത് അങ്ങ് പോയി. അപ്പോൾ ദേ ഈ പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും നടന്ന് പോവുകയാണ്. കിഴക്കേ നടയുടെ അടുത്ത്, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്കേ നടയുടെ അടുത്ത ഭാഗത്തായിട്ടാണ് നമ്മൾ റൂം എടുക്കുന്നത്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു റെസിഡൻസി ആട്ടോ, ഈ പങ്കജ് റെസിഡൻസി. ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളെ ആ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഈ നടന്നു പോകുന്ന ഭാഗത്തായിട്ട് തന്നെ വലത് സൈഡിലായിട്ടാണ് നമുക്ക് പാർത്ഥസാരഥി ക്ഷേത്രം കാണാനായിട്ട് സാധിക്കും. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് വരുന്നവർക്കൊക്കെ ഇത് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും രാവിലെ നമ്മൾ ദർശനം നടത്തുന്നുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, ആദ്യം ഭഗവാന്റെ സന്നിധിയിലേക്കാണ്. ആദ്യം പോയി കുളിക്കുക, ഫ്രഷ് ആവുക, നേരെ പോയി ക്യൂ നിൽക്കുക. ക്ഷേത്രം ഇപ്പോൾ ദർശന സമയമൊക്കെ മാറ്റിയിട്ടുണ്ട്. വെളുപ്പിനെ 3 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെയാണ് ക്ഷേത്ര ദർശനം. അത് കഴിഞ്ഞാൽ വൈകിട്ട് 4:30 തൊട്ട് രാത്രി 9 മണി വരെ. ഇതേ നിങ്ങൾ കണ്ടില്ലേ പാർത്ഥസാരഥി ക്ഷേത്രം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നടന്നു വരുമ്പോഴാണ് നമ്മുടെ മഞ്ജുളാളിൻ്റെ ആൽത്തറയുടെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ? കഴിഞ്ഞ വട്ടം വീഡിയോ ചെയ്തപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഭക്തരൊക്കെ എൻ്റെ അടുത്തൊന്ന് ചെറുതായിട്ട് പരാതി പറഞ്ഞായിരുന്നു. മനഃപൂർവ്വം വിട്ടുപോയതല്ല കേട്ടോ. ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് വിട്ടുപോയതാണ്. അപ്പോൾ അതേ നമ്മുടെ ആൽത്തറ ഇവിടെ കത്തി തിളങ്ങി നിൽക്കുകയാണ്. ദീപം കത്തിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. സാധാരണ ഞാൻ വരാറുള്ള സമയത്ത് ഏതെങ്കിലും ഒരു ഓട്ടോ ചേട്ടനോ ആരെങ്കിലുമൊക്കെ വന്ന് കത്തിക്കാറുള്ളതാണ് പതിവ്. മഞ്ജുളാൽ ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ഞാനെടുത്ത റൂംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ഭഗവാന്റെ സന്നിധിയിലേക്ക് കുളിച്ച് കുട്ടപ്പനായിട്ട് പോയി നിൽക്കണം. ഇവിടെ അറിയാലോ, രാവിലെ നമുക്ക് പിന്നെയും കുഴപ്പമില്ല. നമ്മളിവിടെ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം നമുക്ക് നിൽക്കാം. ഈ ഒരു സമയത്താണ് ഇപ്പം ഞാൻ ഈ എത്തുന്ന സമയത്താണ് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറിനകം നമുക്ക് ദർശനം കിട്ടും. പക്ഷേ വൈകുന്നേരം ഒന്നും പറയാനില്ല കേട്ടോ. ഫ്രീ ക്യൂവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്നും പറയാനില്ല. നല്ലതുപോലെ നിന്നാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്നത്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് ദർശനം കിട്ടിയാൽ മതി. എത്ര നേരം വേണമെങ്കിലും ഭഗവാന്റെ സന്നിധിയിലേക്ക് നിൽക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ പാവം ഈ അച്ഛൻ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, പ്രായം ചെന്ന ഒരുപാട് നേരമൊക്കെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ അകത്ത് നിൽക്കുന്ന ദേവസ്വത്തിലെ ചേട്ടന്മാർ പിടിച്ച് തള്ളി, ചേച്ചിമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു RVK റെസിഡൻസിയിലാണ് ഞാൻ റൂം എടുത്തത്. റൂം AC റൂം അല്ല കേട്ടോ, നോൺ AC. അതേ കണ്ടില്ലേ കിഴക്കേ നടയുടെ ഗോപുരം, ഇതിൻ്റെ വളരെ അടുത്തായിട്ട് ഇവിടെയാണ് ഞാൻ റൂം എടുത്തത്. ഒറ്റയ്ക്ക് ഉള്ളായതുകൊണ്ട് 700 രൂപയാണ് എനിക്ക് റൂം റേറ്റ് പറഞ്ഞത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അകത്തേറി റൂം. നല്ല കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ്. ഏറ്റവും മോൾഭാഗത്തായിട്ടാണ് എനിക്ക് റൂം കിട്ടിയത്. റൂമിൽ അധികം നേരം ഇരിക്കാൻ അങ്ങനെ ഉച്ചയ്ക്കൊന്ന് കുറച്ചു നേരം മയങ്ങേണ്ടി വരും ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫുൾ സമയം അമ്പലത്തിൽ തന്നെ ആയിരിക്കാം. പിന്നെ കൊണ്ടുവന്ന ലഗേജ് 2 നേരം ദർശനം ഉണ്ടായതുകൊണ്ടാണ്. ട്രെയിൻ അടുത്ത ദിവസം രാവിലെ നമുക്ക് തിരിച്ചുള്ള ട്രെയിനെ, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ റൂം. 700 രൂപയ്ക്ക് കുഴപ്പമില്ല അല്ലേ? അത്യാവശ്യം നല്ല ഇതാണ്. നാളെ ഈ സമയമാകുമ്പോൾ നമുക്ക് ചെക്കൗട്ട് ആയാൽ മതി. ഞാൻ കുറച്ച് ബാർഗൈനൊക്കെ ചെയ്ത കേട്ടോ. 1000 രൂപ പറഞ്ഞതാണ്. പിന്നെ കുറച്ച് സംസാരിച്ചങ്ങ് നിന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടിയതാണ്. കുഴപ്പമില്ല, നല്ലൊരു റൂമാണ് കേട്ടോ. എനിക്കിത് സ്വർഗം. നല്ല റൂം. ഭഗവാന്റെ അനുഗ്രഹത്തിൽ നല്ലൊരു റൂം തന്നെയാണ് കിട്ടിയത്. നിങ്ങൾക്കും ഈ ഒരു റൂമൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിപരമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ടല്ലോ. നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു റേറ്റിന് തന്നെ നിങ്ങൾ വരുന്ന സമയത്ത് കിട്ടുമെന്നും എനിക്കറിയത്തില്ല. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും ഇവിടെ എത്തിക്കട്ടെ ഭഗവാന്റെ സന്നിധിയിലേക്ക് കേട്ടോ. അപ്പോൾ റൂമൊക്കെ കണ്ടല്ലോ, റേറ്റ് പറഞ്ഞല്ലോ. ഇനി നമ്മൾ ദർശനത്തിന് പോവുകയാണ് കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയ സമയം 12:30 ആയിരുന്നു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ 6:30. റൂം എടുത്ത് നമ്മൾ ഫ്രഷായി വന്നപ്പോൾ 1:30 ആയി. പക്ഷേ ഞാൻ നേരം വെളുത്തതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ നിങ്ങൾക്ക് റൂം കാണിച്ചു തന്നെ. കാരണം ആ ഒരു സമയത്തിന് പെട്ടെന്ന് എടുക്കാനൊന്നും ഞാൻ നിന്നില്ല. അതാണ് നിങ്ങൾ കുറച്ച് വെട്ടമൊക്കെ ആയിട്ട് കണ്ടത്. നേരം വെളുത്തപ്പോഴാണ് ഞാൻ ആ റൂമിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. ഇപ്പോൾ അതേ 1:30 ആയിട്ടുണ്ട് സമയം. ഞാൻ നടക്കുവാണ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു കിഴക്കേ നടയുടെ അകത്തൂടി. ഇനി പോയി നേരെ ക്യൂ ആണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ക്ലോക്ക് റൂം ഉണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക്, അതായത് ഈ കിഴക്കേ നടയുടെ അകത്തൂടെ നടന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് വലത് സൈഡിൽ നമുക്ക് ക്ലോക്ക് റൂം കാണാം. ആ ക്ലോക്ക് റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഫ്രീ ആയിട്ട് കുളിക്കാനും നമുക്ക് ഫ്രഷപ്പ് ആവാനുള്ള സെറ്റപ്പ് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. തിരക്കൊഴിഞ്ഞടക്കിയ എങ്ങനെ കേട്ടോ. കാരണം നമ്മൾ മാക്സിമം നേരം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ രാവിലെ അതായത് അർദ്ധരാത്രി എത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ കുളിച്ച് റൂം എടുത്ത് കുളിച്ച് അപ്പോഴേ, അല്ലാതാണെങ്കിൽ അങ്ങനെ റൂം എടുത്ത്, അല്ലെങ്കിൽ റൂം എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എങ്ങനെയാണോ ക്ഷേത്രക്കുളത്തിലും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്നാനം ചെയ്ത് കയറാം.
പിന്നെ അത് ഇത് കണ്ടോ, അതിനകത്ത് അലൗഡ് അല്ലാത്ത കാര്യം ഇപ്പോൾ ഭയങ്കരമായിട്ട് കർശനം കേട്ടോ. നാലമ്പലത്തിൻ്റെ ആ ഒരു പുറത്ത് ആ ഒരു ഭാഗത്തുനിന്ന് പോലും വീഡിയോ എടുക്കാൻ ചിലപ്പോൾ അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിപ്പം ഈ ഒരു സമയം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പോകുന്നത്. എന്നാലും ഇവിടെ ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം ദേവസ്വം നമുക്ക് തരുന്ന ഒരു പരിഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് റൂമുണ്ട്, നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുന്നത്, അത് ഫ്രീ അല്ല. പക്ഷേ മറ്റേ കുളിക്കാനും സെറ്റപ്പ് ഉള്ളതൊക്കെ ഫ്രീ ആണ്. പിന്നെ നമ്മുടെ അന്നദാനമുണ്ട് 3 നേരം. അത് പക്ഷേ നല്ല ക്യൂ ആയിരിക്കും കേട്ടോ. രാവിലെ എന്തായാലും ഞാൻ കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇത്തിരി താമസിച്ചാലും കുഴപ്പമില്ല. ദേ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. ദേ ഇടത് സൈഡിലോട്ടാണ് അത്. നമുക്ക് അകത്ത് കയറി തൊഴുതിട്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് കയറാം. ആദ്യം ഗുരുവായൂരപ്പൻ്റെ സന്നിധി കയറിയിട്ടാണ് ഈ ഒരു ഗണപതി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായിട്ട് പോകുന്നത്. നമ്മളങ്ങനാണ് ചെയ്യാറ്, കാരണം ഇവിടെ ക്യൂ നിൽക്കേണ്ട അവസ്ഥ അങ്ങനാണല്ലോ. ദേ അതാണ് ക്ലോക്ക് റൂമും കാര്യങ്ങളും ഒക്കെ കേട്ടോ. ക്യൂവിലൊന്നും ചേട്ടന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ക്ലോക്ക് റൂമിൻ്റെ കാര്യം. പിന്നെ ഇവിടെ പോലീസ് ഹെൽപ്പ് ലൈനൊക്കെ ഉണ്ട്, അവിടെ ആൾക്കാർ സാറുമാരൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുക കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പിന്നെ അതേ ക്ലോക്ക് റൂം ഉണ്ടോ, ഇപ്പോൾ തിരക്ക് ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്, കാരണം നമ്മൾ എത്തിയ സമയം അതേ കണക്കാണ് കേട്ടോ. സാധാരണക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് 1000 രൂപയുടെ ദർശനമൊന്നും അല്ല നമുക്കെങ്കിൽ നല്ലതുപോലെ നിന്ന് വേണം ഭഗവാന്റെ ദർശനത്തിലേക്ക് എത്താൻ. ഒരു കരുണ അല്ലെങ്കിൽ ഒരു പരിഗണന ഇവിടുന്ന് കിട്ടുമോ എന്നെനിക്ക് അറിയത്തില്ല. കുറച്ചധികം ഞാൻ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ടുണ്ട്, ഇന്ന് വരെ 1000 രൂപയുടെ ദർശനം ഞാൻ പോയിട്ടില്ല, നിന്ന് തന്നെയാണ് പോയിട്ടുള്ളത്. നമ്മളെ മനസ്സ് എത്രത്തോളം മരവിച്ചാണോ നമ്മൾ നിൽക്കുന്നത് അത്രത്തോളം ഒരു സിറ്റുവേഷനിൽ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താൻ നേരത്ത്. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ദേവസ്വം ഫ്രീ ആയിട്ട് തരുന്നൊരു സംഭവമാണ് അത്. ഇത് ഫ്രീ അല്ല, ഇതാണ് ടിക്കറ്റ് കൗണ്ടർ 1000 രൂപയുടെ. അതും ഇവിടെ അതിനകത്ത് തന്നെയാണ്, ഓൺലൈൻ അല്ല ഓഫ്ലൈനാണ്. അതൊക്കെ ഓരോ രാജ്യതന്ത്രമല്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം ഇവിടെ വന്നെടുക്കാം, ഈ ക്യൂ നിന്ന് കാത്ത് നിൽക്കുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോയി ടിക്കറ്റ് എടുക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്ക് ക്യൂ ഒക്കെ എങ്ങനെ ഉണ്ടോ നോക്കിയേ, കണ്ടോ. ഞങ്ങൾ രാവിലെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. രാവിലത്തെ ദർശനം ഞാൻ കഴിഞ്ഞിറങ്ങി, 3 മണിക്ക് ക്ഷേത്രം തുറന്നു, 4 മണിക്ക് ദർശനം കിട്ടി. അതൊക്കെ കഴിഞ്ഞ് ഇതേ ക്ലോക്ക് റൂമിൽ നിന്ന് എൻ്റെ ഫോയിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. ഇനിയിപ്പോൾ ഒന്ന് മമ്മിയൂരോട്ട് പോകണം. ഇത് നമ്മുടെ ക്ഷേത്രക്കുളത്തിൻ്റെ ആ സൈഡിൽ കൂടെ നടന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകണം. ഇനി ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് അകത്ത് കയറുമ്പോൾ ആദ്യം നമ്മൾ ഭഗവാനെ കണ്ട് തൊഴുത് വലം വെച്ച് വരുമ്പോൾ അവിടെ ഗണപതി ഭഗവാനുണ്ട്. ഗണപതി ഭഗവാന്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് സരസ്വതി ദേവിയുടെ ഒരു സംഭവമുണ്ട്, ഒരു ഫോട്ടോ പോലെ. അവിടെ ഒന്ന് തൊഴുത് അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അകത്ത് കാനനവാസനും കലിയുഗ വരദനുമായ അയ്യപ്പ ഭഗവാനുണ്ട്. പിന്നെ അനന്തപത്മനാഭ സ്വാമിയുണ്ട്, അകത്ത് ഭഗവതിയുണ്ട്, ഹനുമാൻ സ്വാമിയുണ്ട്. ഹനുമാൻ സ്വാമിക്ക് കുറച്ച് കുങ്കുമമൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് നിങ്ങളെ നെറ്റിയിലും ചാർത്തിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഭഗവാനും ചാർത്തിക്കുക, അതിലൊന്നും ഒരു തെറ്റുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരം വെളുത്ത്, ഇപ്പോൾ ഇത്രയും നേരം വെളുക്കും കാര്യം എന്തോന്നറിയാവൂ, രാവിലെ ഞാൻ അന്നദാനം കഴിക്കാൻ ക്യൂ നിന്ന്, ഒന്നും പറയണ്ട, ഒരു 1.5 മണിക്കൂർ അങ്ങനെ അങ്ങ് പോയി. ഭഗവാന്റെ സന്നിധിയിൽ 1 മണിക്കൂർ കിട്ടി, പിന്നെ അന്നദാനം 1.5 മണിക്കൂർ. അതെല്ലാം കഴിഞ്ഞ് ഇനി ഇതാ മമ്മിയൂരിലോട്ട് പോവുക. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, ഒരു 6-6:30 ആവാൻ പോകുന്നതേ ഉള്ളൂ. ഇഷ്ടംപോലെ സമയമുണ്ട്. രാവിലെ തന്നെ എല്ലാ ദർശനവും കഴിഞ്ഞ് വെച്ചേക്കുന്ന എന്തിനാണെന്നറിയാമോ, ഞാൻ വൈകുന്നേരം മനസ്സമാധാനമായിട്ട് ഗുരുവായൂർ നമുക്ക് തൊഴുന്ന കാര്യം ഇച്ചിരി പാടാണ്, മനസ്സിലായ. സമയം എത്ര എടുക്കുമെന്നൊന്നും ഒരു ഉറപ്പില്ല. അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാ ക്ഷേത്ര ദർശനവും നടത്തണം. എന്നിട്ട് വൈകിട്ട് ഭഗവാന്റെ അനുഗ്രഹവും കൂടെ മേടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന ട്രെയിനില്ലേ, അതേ ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ചു പോകും. വെളുപ്പിനെ 3:25 ആ ഒരു ട്രെയിൻ കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഈ കിഴക്കേനരയുടെ ഭാഗത്തായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്, അതായത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ഈ കുടുംബശ്രീ ചേച്ചിമാരുടെ ഒരു സംവിധാനവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ വില കുറച്ച് ഈ ഡോമിട്രി സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിവരണം എനിക്കറിയത്തില്ല. ഒരു റൂമിൽ തന്നെ ജെൻസ് വേറെ ലേഡീസ് വേറെ അങ്ങനെ, പക്ഷെ ഒന്നിലധികം ആൾക്കാരൊക്കെ കാണും കേട്ടോ. അതും ഈ ചിലവ് ചുരുക്കി വരുന്നവർക്കൊക്കെ പോകാനായിട്ട് സാധിക്കുന്നതാണ്, അത് ഉപയോഗപ്രദമാവാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ മമ്മിയൂരോട്ട് പോവുകയാണ്, മഹാദേവൻ്റെ സന്നിധിയിൽ. ഇനി അടുത്ത ദർശനം മമ്മിയൂർ മഹാദേവ ഭഗവാന്റെ ദർശനമാണ്. നടന്നു തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം കൂടെ ചുറ്റും പറഞ്ഞ് വട്ടുപിടിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഭഗവാന്റെ കാര്യമായതുകൊണ്ടാട്ടോ ഇങ്ങനെ പറഞ്ഞ് എനിക്കറിയത്തില്ല എത്രത്തോളം ആൾക്കാരിലേക്ക് ഇത് മനസ്സിലാവും എന്നുള്ള രീതിയിലേ. ഇപ്പോൾ ഫ്രീ ക്യൂ ഒക്കെ ആയിട്ട് നിൽക്കാൻ വരുന്നവർ മനസ്സിനൊക്കെ അത്രയും ഒരിത് വേണം. ഇവിടുത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ്. കാലം കരുതി വെച്ച ഗുരുവായൂർ തീർത്ഥയാത്ര അടിപൊളി. ഭഗവാൻ പാർത്ഥസാരഥിയുടെ ദർശന പുണ്യം കൂടെയുണ്ടെന്ന് ഉറപ്പാക്കുക. കണ്ടില്ലേ, പാർത്ഥസാരഥി ദർശനവും കൂടെ നമ്മൾ ഈ ഒരു ഗുരുവായൂർ ദർശനത്തിൻ്റെ കൂടെ, അതായത് മമ്മിയൂരപ്പനെയും ഗുരുവായൂരപ്പനെ കണ്ട് മമ്മിയൂരപ്പനെ കണ്ട് പാർത്ഥസാരഥി ദർശനം കൂടെ നടത്തണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ.
അതായത് ഇതിനു മുമ്പ് നമ്മൾ ഗുരുവായൂർ പോയ വീഡിയോ ഉൾപ്പെടുത്തിയില്ല, പക്ഷേ ദർശനം നടത്തിയിരുന്നു, ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഇതേ അങ്ങനെ മമ്മിയൂർ ശിവക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ശിവഭഗവാന്റെ ക്ഷേത്രമാണ്. മമ്മിയൂർ അപ്പനെ ദർശനം മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറയട്ടെ നിങ്ങളുടെ അടുത്തൊരു കാര്യം, രാവിലെ നിങ്ങൾ ദർശനം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ക്യൂ നിന്ന് അന്നദാനം കഴിച്ചോ ഭഗവാന്റെ. അതല്ലെങ്കിൽ ചുറ്റുപാടും കടകളുണ്ട്, അത് കഴിച്ചിട്ട് നേരെ ഭഗവാന്റെ സന്നിധിയിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. ഈ രാവിലെ മരുന്നുകളോ കാര്യങ്ങളൊക്കെ കഴിക്കുന്നവരുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ മമ്മിയൂരപ്പനെ തൊഴുത് കഴിഞ്ഞ് നേരെ നമ്മൾ വെളുപ്പിനെ കണ്ട നമ്മുടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി വന്നിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ റെയിൽവേ സ്റ്റേഷൻ, ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെയാണ് പാർത്ഥസാരഥി ക്ഷേത്രം. ഇനിയിപ്പോൾ അങ്ങോട്ട് ദർശനം നടത്താനായിട്ട് പോവുക കേട്ടോ. നമ്മളിവിടെ ഈ ഭഗവാന്റെ സന്നിധിയിൽ, ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ആഹാരം കഴിക്കാൻ, അന്നദാനം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ മിനിമം നല്ല ക്യൂ നിന്ന് വേണം കേട്ടോ കാണാൻ. അപ്പോൾ എന്തെങ്കിലും മരുന്നൊക്കെ രാവിലെ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവരുടെയും സജസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഹോട്ടലിൽ, അവിടെ ചുറ്റുപാട് നല്ല ഹോട്ടലുകളാണ്, വെജിറ്റേറിയൻ ആയിട്ടുള്ള നല്ല നല്ല ഹോട്ടലുകളാണ്. അവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കുക, മരുന്ന് കഴിക്കുക, കറക്റ്റായിട്ട് കഴിക്കുക കേട്ടോ. ആരോഗ്യമാണല്ല. അപ്പം അത് ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ സാധാരണക്കാരനെന്ന് എന്തെങ്കിലും ഒരു അറിയത്തില്ല, ന്യായം കിട്ടുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. ഒരുപാട് ആൾക്കാരുടെ പരാതിയും ഒരുപാട് ഈ കാത്തിരുന്ന് മുഷിഞ്ഞ അച്ഛന്മാരുടെയും അമ്മമാരുടെയും സംസാരമൊക്കെ നമ്മളിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഞാനിത് പറയുന്നത് ഇങ്ങനെ ഇത്രയും അനുഭവം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുമായിരിക്കും ഈ വീഡിയോ കേട്ടോണ്ടിരിക്കുന്നവർക്ക്, ഇല്ലേ? നിങ്ങളത് കമൻറ്റായി പറയൂ. ഗുരുവായൂർ ദർശനം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ദേവസ്വത്തിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അത്തരം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇതേ നമ്മുടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ഷർട്ട്, ബനിയൻ, ലുങ്കി എന്നിവ ധരിച്ച് അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഗുരുവായൂരപ്പൻ്റെ ദർശനത്തിന് വരുന്നവർ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കും കൂടെ ദർശനം നടത്താനായി ശ്രമിക്കുക. മാത്രം പോരാ, കർശനമായി നിങ്ങൾ നടത്തണം കേട്ടോ. അങ്ങനെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ദർശനവും നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് പോവേണ്ടത് എവിടെയാണെന്നറിയാമോ? തിരുപ്പതി ക്ഷേത്രത്തിലെ, കേരള തിരുപ്പതി എന്നറിയപ്പെടുന്ന നമ്മുടെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തൂടെ നടന്നും വേണമെങ്കിൽ പോവാം. നമുക്ക് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്നും നടന്ന് നമുക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല നല്ല ഭയങ്കര ഒരു എന്താ പറയുന്നത്, എനിക്ക് ഈ രാവിലെ ഗുരുവായൂരപ്പൻ്റെ സന്നിധി കയറി തൊഴുതിറങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു ഒരു നമ്മൾ കാത്തിരിക്കേണ്ടി വരും. നേരത്തെ അതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഈ വൈകിട്ട് അത്ര ഒരു ഇതല്ല. രാവിലെ നമുക്ക് ആ ഒരു ദർശനം കിട്ടുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര ഒരു ഭഗവാനെ ഒന്ന് കണ്ട്. എന്നെ പിടിച്ച് തള്ളാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഞാൻ ചേച്ചിയാണെങ്കിലും ചേട്ടനാണ് ഞാൻ പറയും, ചേച്ചി തള്ളരുത് തുടരുത്, ഇത്രയും നേരം നിന്നിട്ടാണ് വന്നതെന്നൊക്കെ ഞാൻ പറയും. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ വല്ല അമ്മമാരെയോ അല്ലെങ്കിൽ അച്ഛന്മാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചേച്ചിമാരോ ചേട്ടന്മാരെയോ വയ്യാത്തേക്ക് തള്ളുമ്പോൾ ഞാൻ പറയും, ഇത്രയും നേരം അവർ ക്യൂ നിന്ന് വന്നതാണ്, എന്നെ വേണമെങ്കിൽ തള്ളി മാറ്റിക്കോ, അവർ കുറച്ച് നേരമെങ്കിലും കണ്ടോട്ടെ, ഭഗവാനെ ദർശനം കാണാനായിട്ട് വരട്ടെ എന്നൊക്കെ പറയും. ഞാനങ്ങനെ പറയും കേട്ടോ. നമ്മളങ്ങനെ പറയാതിരിക്കുമ്പോഴാണ് കുഴപ്പം. ഇതേ തിരിച്ച് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. ഇതേ ഇനി കണ്ട ഈ ഓവർ ബ്രിഡ്ജ് കയറി അങ്ങേ അറ്റത്ത് പോയി ഇറങ്ങണം, വലത്തെ സൈഡിൽ കൂടെ. വേണ്ട, നമ്മളിപ്പോൾ ഓവർ ബ്രിഡ്ജ് കയറി ഇവിടുന്ന് ഇങ്ങേ അറ്റത്ത് വന്നിട്ട് അപ്പുറം പോകണം ക്ഷേത്രത്തിലേക്ക്. ഏതാണെന്നറിയോ? കേരള തിരുപ്പതി വെങ്കടേശ്വര ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക്. അയ്യോ, ഭഗവാന്റെ ദർശനം, തിരുപ്പതി ഭഗവാൻ അടിപൊളിയാണ്. ഞാൻ നമ്മുടെ കറക്റ്റ് വെങ്കടേശ്വര ഭഗവാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവിടെ. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. എത്ര എനിക്ക് ഈ ഗുരുവായൂർ എപ്പോൾ വന്നിട്ട് പോയാലും ഉണ്ടല്ലോ, വന്നിട്ട് പോയി ഒരു 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ വരാനായിട്ടുള്ളൊരു ത്വര എപ്പോഴും. അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും വരുന്നത്. ഭഗവാന്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ വന്നു പോയില്ലെങ്കിൽ എന്തോ പോലെ. ഇവിടുത്തെ ഒരു ഈ ക്യൂ ഒക്കെ നിൽക്കുമ്പോൾ ചില സമയത്ത് അങ്ങ് വിചാരിക്കും, ദൈവം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ, എല്ലാവരും അവസ്ഥയൊക്കെയാണോ ഇങ്ങനെ ഗതികേടാണല്ലോ എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇങ്ങനെ നിൽക്കും. പക്ഷേ അവിടെ ഇന്ന് കുറേ നേരം ഞാനിങ്ങനെ ഈ കുറേ നേരം ക്ഷേത്രക്കുളത്തിലൊക്കെ കയറി പോയി ഇരുന്ന് കളയും. ഗുരുവായൂരപ്പൻ്റെ അവിടെയൊക്കെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നാമമൊക്കെ ജപിച്ച് ഇരുന്ന് പിന്നെ അവിടെ ചുറ്റുപാടൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്ന് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇതാവും. അപ്പോൾ തിരിച്ച് വീട്ടിൽ വരാൻ നേരത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യാത്രകളിൽ വേറെ ക്ഷേത്രങ്ങളിലാണെങ്കിൽ പോലും തിരിച്ച് ഭഗവാന്റെ സന്നിധിയിലേക്ക് വരേണ്ടി വരും. അങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക്. ഭഗവാന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് വരുന്നത്, ഇനിയും ഞാൻ വരും, ഇനിയും ഞാൻ വരും, എന്നെ ഇവിടെ എത്തിക്കണം എന്നൊക്കെ പറയും, വരും. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകേണ്ട ക്ഷേത്രം. ഇത് കഴിഞ്ഞാൽ നേരെ റൂമിൽ പോവുക, നല്ലൊരു ഉറക്കം ഉറങ്ങുക, വൈകിട്ട് കുളിച്ച് കുട്ടപ്പനാവുക, കയറി ക്യൂ നിൽക്കുക. രാത്രി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വരത്തോളൂ കേട്ടോ.
അതായത് രാത്രിത്തെ ദർശനം കഴിഞ്ഞ് ശിവേലി പിന്നെ എല്ലാം അമ്പലം അടച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റൂമിൽ വന്ന് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് കിടന്നൊന്ന് ഉറങ്ങാൻ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് 3:25 വണ്ടി പിടിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്ന അതേ ട്രെയിൻ തന്നെ തിരിച്ച് ട്രെയിൻ നമ്പർ 163-41 ആയിട്ടുണ്ട് കേട്ടോ. അത് വെളുപ്പിനെ 3:25 നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് ആരംഭിക്കും. രാവിലെ ഒരു 8:05 ഞാൻ കൊല്ലത്തെത്തും. 90 രൂപയുള്ളൂ ടിക്കറ്റ് ചാർജ്. ഇതാണ് നമ്മുടെ ഭഗവാന്റെ സന്നിധി, വെങ്കടേശ്വര ഭഗവാന്റെ സന്നിധി. അപ്പം നമ്മൾ ഗുരുവായൂരപ്പനെ ആദ്യം കയറി തൊഴുതു. അത് കഴിഞ്ഞ് മമ്മിയൂരപ്പൻ്റെ അടുത്തോട്ട് പോയി തിരിച്ച് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ താണ്ട വെങ്കടേശ്വര ഭഗവാന്റെ അടുത്തേക്കും വന്നു. പിന്നെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അതായത് കിഴക്കേനടയുടെ ഭഗവാന്റെ സന്നിധിയിലേക്ക് തൊട്ട് പോകുന്നതിന് മുമ്പ് ഒരു ഗണപതി ഭഗവാനെ അറിയാമല്ലോ. അപ്പം ഗുരുവായൂരപ്പൻ്റെ സന്നിധി കയറി നിങ്ങൾ അകത്തെല്ലാം തൊഴുത്, അകത്തൊരു ഗണപതി ഭഗവാനുണ്ട്. അത് തൊഴുത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് നമ്മൾ മറ്റേ കിഴക്കേനടയുടെ അടുത്തുള്ള ഗണപതി ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുന്നത് കേട്ടോ. അവിടെ പോയി തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മമ്മിയൂരപ്പൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പാർത്ഥസാരഥിയിൽ വന്നു. പാർത്ഥസാരഥിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഇനി ഇത് കഴിഞ്ഞാൽ നേരെ തിരിച്ച് റൂമിലോട്ട് പോവുക. റൂമിൽ പോയി മയങ്ങണം. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. റൂമിലെ കാഴ്ചകൾ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. ഇനി നമുക്ക് വൈകിട്ടത്തെ ഗുരുവായൂരപ്പൻ്റെ ദർശനത്തിന് കാണാം. ഓക്കെ. ഓം നമോ നാരായണായ, ഓം നമോ വെങ്കിടേശായ, ഗോവിന്ദ ഗോവിന്ദ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. എന്താ യാത്രയാണ് ഗുരുവായൂർ സന്നിധിയിലേക്ക്, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വരുന്നത് എന്താ യാത്രയാണ്. അതൊരു ഒന്നൊന്നര ഫീൽ തന്നെയാണ്. അങ്ങനത്തെ നമ്മൾ വൈകിട്ട് ദർശനം നടത്താനായിട്ട് വന്നതേക്കും കേട്ടോ. അവിടെ വൈകിട്ടെന്ന് പറയുമ്പോൾ കുറച്ച് ഇരുട്ടി, പോയി ക്യൂവും കാര്യങ്ങളൊക്കെ നിൽക്കണം. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു സമയവും വൈകിട്ടത്തെ ദർശനവും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ നാമം ജപിക്കാൻ നേരത്തെ നിങ്ങൾ ക്ഷേത്രകുളത്തിൽ കുറച്ച് നേരം ഇരിക്കാനൊക്കെ ശ്രമിക്കണം എല്ലാവരും. ഭഗവാൻ അവിടെ ഉണ്ടല്ലോ ക്ഷേത്രകുളത്തിൽ. അപ്പം അവിടെയും കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് സൈലൻ്റായിട്ട് നാമമൊക്കെ ജപിച്ച് എത്ര നേരം ഈ ഒരു സന്നിധിയിലേക്ക് ഇരിക്കാൻ പറ്റുമോ അത്രയും നേരം ഇവിടെ ഇരിക്കുക. ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് നിന്നപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇളകിയാണ്. കണ്ടില്ലേ, ഇവിടുത്തെ ഓഡിറ്റോറിയം, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുട്ടികളെ നൃത്തം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദർശനമൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ലതുപോലെ രാവിലെയും ദർശനം തന്നു, രാത്രിയും വൈകുന്നേരവും ദർശനം തന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കുറച്ചധികം നിൽക്കേണ്ടി വന്നു വൈകിട്ട്. അപ്പം നല്ലൊരു ദിവസമായിരുന്നു ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് വന്നത്. ഇനിയും ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ഞാൻ വീഡിയോസ് ഇങ്ങനെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നില്ല. പിന്നെ നമ്മുടെ ഒരു കാഴ്ചക്കാരുടെ മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ്. എല്ലാവരും തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തും കേട്ടോ. ഒരു സംശയമില്ല. ഇതുവരെ നിങ്ങൾക്ക് ദർശനം കിട്ടിയില്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് സ്വപ്നത്തിലായാലും ഒന്ന് ദർശനം തന്നിരിക്കും. മനസ്സോടെ വിളിച്ചാൽ മതി കേട്ടോ. കൂടെ തന്നെ ഉണ്ട് ഭഗവാൻ. ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നവർക്കോ വയ്യായ്മയൊക്കെ ഉള്ളവരൊക്കെ ഗുരുവായൂരപ്പനതേ കണ്ണടച്ചങ്ങോട്ട് സ്മരിച്ച സ്വപ്നത്തിൽ അങ്ങോട്ടൊന്ന് ദർശനം തരും. കൂടെ തന്നെ കാണും, പിന്നെ പോത്തില്ല. മനസ്സിലായോ? അതാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ. പ്രത്യേകിച്ച് ഈ അമ്മമാരും ചേച്ചിമാരും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ വന്നുള്ളായി. അവരോടൊക്കെ ഭയങ്കര സ്നേഹമാണ് പുള്ളിക്കാരന്. സോ അങ്ങോട്ട് വിളിക്കുക, സ്വപ്നത്തിലൊക്കെ വന്നൊക്കെ ദർശനം തരും. മിക്ക ആൾക്കാർക്കും സ്വപ്ന ദർശനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും, അതിലൊന്നും ഒരു സംശയമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നല്ലൊരു ദിവസമായിരുന്നു. നിൽക്കും നമ്മളാൾ മഹാവിഷ്ണു ഭഗവാൻ. ഇപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് ട്രെയിൻ പിടിച്ച് തിരിച്ച് പോകണം. ഒരു ദിവസം ഇവിടെ നിന്ന് ഭഗവാന്റെ സന്നിധിയിൽ മുഴുവനായിട്ട് ഞാൻ തിരിച്ചു വന്ന ട്രെയിൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഈ ട്രെയിനിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, തിരുവനന്തപുരം ഗുരുവായൂർ വണ്ടിയിൽ. ഇനി 161 നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറന്നുപോവല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ്. അതേ വെളുപ്പിനെ 1:40 അടുത്ത ദിവസം നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. 3:30 ഈ ഒരു ട്രെയിൻ എടുക്കത്തുള്ളൂ. ഞാൻ എടുത്തെന്താണെന്നറിയോ? കാരണം 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും റൂമിൽ. അതുകൊണ്ടാണ് നമ്മൾ 12:30 റൂം എടുത്തത്. അപ്പോൾ അടുത്ത ദിവസം 12:30 ആകുമ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. ഞാൻ 12:30 ആയപ്പോൾ അങ്ങ് ഇറങ്ങി, ട്രെയിനിൽ കിടന്നങ്ങ് ഉറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ എല്ലാ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാ കാഴ്ചക്കാർക്കും കാണാത്തവർക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണ അനുഗ്രഹവും സംരക്ഷണവും അനുഗ്രഹവും എന്നും ഉണ്ടാവട്ടെ കേട്ടോ. രാധേ രാധേ.